السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, ഇബാദത്തിൻ്റെ ഇനങ്ങളിൽ അടുത്തതായി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ-ഉസൂലു സലാസ എന്ന ഈ റിസാലയിൽ വിശദീകരിക്കുന്നത് അൽ-ഇസ്തിആന, സഹായത്തേട്ടമാണ്. അൽ-ഇസ്തിആന എന്ന് പറഞ്ഞാൽ തൊലബുൽ ഔൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടുന്നതിനാണ് അൽ-ഇസ്തിആന എന്നത് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹുവും നാമുമായിട്ടുള്ള കരാർ ദിവസവും ഒരു മുസ്ലിം ഏറ്റവും ചുരുങ്ങിയത് അവൻ്റെ നിർബന്ധ നിസ്കാരങ്ങളിൽ 17 തവണ ആവർത്തിക്കുന്ന മഹത്തായ കരാർ എന്താണത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കവേ പറയുന്നു, ദീനിൻ്റെ ആകത്തുകയാണത്. ദീനിൻ്റെ ആകത്തുകയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്കു മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ദീൻ മുഴുവൻ ഈ വാചകത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വദ്ദീനു കുല്ലുഹു ഇബാദത്തുൻ വസ്തിആനത്തുൻ. ദീൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തും ഇസ്തിആനത്തുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇബാദത്താണ് ഒരു വശത്ത്, മറുവശത്ത് കാര്യങ്ങളെല്ലാം അവനിൽ ഏൽപ്പിക്കുകയും അവനോട് സഹായം തേടുകയും അവനിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങുകയും ചെയ്യലാണ് ദീനിൻ്റെ ആകത്തുക. അത് ഈ ഒരൊറ്റ ആയത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ഹക്കാണ്. നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ, അതല്ലെങ്കിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായത് മുതൽ അവൻ്റെ ജീവിതം അവസാനിക്കുന്നത് വരെ അവൻ മുടങ്ങാതെ വീഴ്ച വരുത്താതെ നിരന്തരം നിറവേറ്റേണ്ടുന്ന അള്ളാഹുവിനോടുള്ള ഹക്കാണ്, അവൻ്റെ ദീനാണ്. അള്ളാഹുവിന് മുമ്പിൽ അവൻ സമർപ്പിക്കേണ്ടുന്ന, കാഴ്ചവെക്കേണ്ടുന്ന അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അള്ളാഹുവിന് കലർപ്പില്ലാത്ത ദീനാണ് കാഴ്ചവെക്കേണ്ടത്. ആ ദീനിൻ്റെ ആകത്തുകയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ പ്രസിദ്ധമായ ആയത്താണ്, സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്താണ് അൽ-ഇസ്തിആന എന്ന ഇബാദത്തിനുള്ള തെളിവ്. ഇവിടെയും മഅ്മൂലിനെ ആമലിനേക്കാൾ പിന്തിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നഅ്ബുദു ഇയ്യാക് അല്ലെങ്കിൽ നഅ്ബുദുക് എന്നതാണ് അറബി ഭാഷയുടെ സാധാരണ വ്യാകരണ നിയമപ്രകാരം പറയേണ്ടത്. അതിന് വ്യത്യസ്തമായി ഇയ്യാക പിന്നീട് വരേണ്ടതിന് ആദ്യം മുന്തിച്ചു, തഖ്ദീം ചെയ്തു. നഅ്ബുദു ഇയ്യാക എന്ന് പറയേണ്ടടുത്ത് ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് മാത്രം എന്നർത്ഥം അവിടെ പ്രത്യേകമായി കിട്ടി. ഇനി ഇയ്യാക് എന്ന പ്രയോഗത്തിൽ പിന്നെയും ഒരു മാത്രമുണ്ട്. അപ്പോൾ മാത്രം എന്ന് ഇരട്ടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത്, അവനോട് മാത്രം സഹായത്തേട്ടം, അത് അരക്കെട്ടുറപ്പിക്കുന്ന മഹത്തായ ആയത്താണിത്. ഹദീസിൽ അതിനുള്ള തെളിവായി ശൈഖ് ഇവിടെ സൂചിപ്പിച്ചു. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കുട്ടിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച മഹത്തായ വാചകങ്ങളിൽ കാണാം, യഹ്ഫളില്ലാഹ യഹ്ഫളില്ലാഹ തജിദ്ഹു തുജാഹക്. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ നിനക്ക് എല്ലാ കാര്യത്തിലും സഹായം നൽകുന്നവനായി നിന്റെ മുന്നിൽ കണ്ടെത്താൻ സാധിക്കും. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ ആരോട് മാത്രം ചോദിക്കുക? അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക. പിന്നത്തെ വാചകം എന്താ? വഇദസ്തഅൻത
ഫസ്തഈൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. അപ്പോൾ അൽ-ഇസ്തിആന, സഹായത്തേട്ടം അള്ളാഹുവിനോടാണ് എന്നതിന് ഈ ഹദീസും സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തും തെളിവാണ്. സഹോദരങ്ങളെ, ഇത് ഇബാദത്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അൽ-ഇസ്തിആന എന്നത് ഇബാദത്താണ്. ഒരു കാര്യം ഇബാദത്താണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അവിടെ എന്താണ് നിയമം? അത് പിന്നെ അള്ളാഹു അല്ലാത്തവർക്ക് തിരിച്ചുവിടാൻ പാടുള്ളതല്ല. അത് ശിർക്കാണ്. അതാണ് ഏറ്റവും വലിയ തിന്മ. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിൽ ധാരാളം തെളിവുകൾ വേറെയും നമുക്ക് കാണാൻ സാധിക്കും. അക്കൂട്ടത്തിലൊരു തെളിവാണ് സൂറത്തുൽ അഅറാഫിലെ 128-ാമത്തെ ആയത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട്, ബനൂ ഇസ്രായേലിനോട് പറയാണ്, ഖാല മൂസ ലിഖൗമി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഇസ്തഈനു ബില്ലാഹ്, ഫിർഔനിന്റെയും അവന്റെ കൂട്ടാളികളുടെയും ഉപദ്രവത്തിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. ഇസ്തഈനു ബില്ലാഹ്, നിങ്ങൾ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളോട് സഹായം തേടാനല്ല, ഇബ്രാഹിം നബിയോട് സഹായം തേടാനല്ല, അതല്ലെങ്കിൽ മുൻകാല മുർസലീങ്ങളോട് സഹായം തേടാനല്ല, ബനൂ ഇസ്രായേലിൽ ജീവിച്ചു മരിച്ച പുണ്യപുരുഷന്മാരോട്, സ്വാലിഹീങ്ങളോട്, മൺമറഞ്ഞ ഔലിയാക്കളോട് സഹായം തേടാനല്ല, മറിച്ച് ഇസ്തഈനു ബില്ലാഹ്, മൂസാ നബിയോട് ജീവിച്ചിരിപ്പുണ്ട്, റസൂലാണ്, കലീമുല്ലാഹ്, അള്ളാഹുവിനോട് സംസാരിച്ച റസൂലാണ്, എന്നോട് സഹായം തേടിക്കുമെന്ന് പറഞ്ഞ മൂസാ നബി? ഇല്ല. ഇസ്തഈനു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. വസ്ബിറു, നിങ്ങൾ ക്ഷമയോടെ നിലയുറപ്പിക്കുക എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി സൂറത്തുൽ അഅറാഫിലെ 128-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. വേറെയും അൽ-ഇസ്തിആന, സഹായത്തേട്ടം അള്ളാഹുവിന് മാത്രമാണ് എന്നതിന് തെളിവായി നമുക്ക് വേറെയും ആയത്തുകൾ കാണാം. വേറെ ചില പ്രയോഗങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാം. സൂറത്ത് യൂസുഫിലെ 18-ാമത്തെ ആയത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ പറ്റി പറഞ്ഞു, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. അഫൻ, ഇത് യൂസുഫ് നബി പറഞ്ഞതല്ല, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്. അതായത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെറിയ പ്രായത്തിൽ പൊട്ടക്കിണറ്റിൽ തള്ളി സഹോദരങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ആടിനറുത്ത് ചോരയാക്കി ചെന്നായ പിടിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വാപ്പായുടെ മുമ്പിൽ കൊടുന്ന്, ഇതാ യൂസുഫിനെ ചെന്നായ പിടിച്ചു, ചോര പുരണ്ട വസ്ത്രം ഇതാണ്. അദ്ദേഹത്തിന് മനസ്സിലായത് കളവാണ്, വഞ്ചനയാണ് എന്ന്. അപ്പോഴാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഫസബറുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക തന്നെ. നിങ്ങൾക്കെന്തോ മോശമായ കാര്യങ്ങൾ ശൈത്താൻ നന്നാക്കി കാണിച്ചു തന്നു, അതുകൊണ്ട് ഭംഗിയായി ക്ഷമിക്കുക തന്നെ. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കിയ അപരാധങ്ങളിൽ നിന്ന്, കളവുകളിൽ നിന്ന് സഹായം തേടപ്പെടേണ്ടവൻ, അൽ മുസ്തആൻ, ഇസ്തിആനത്ത് ചെയ്യപ്പെടേണ്ടവൻ, സഹായം അഭ്യർത്ഥിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ് എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അമ്പിയാക്കൾ സഹായം തേടപ്പെടേണ്ടവനായി ആരെയാണ് പരിചയപ്പെടുത്തിയത്? അവരാരോടാണ് സഹായം തേടിയത്? അള്ളാഹുവിനോട് മാത്രം. എന്നിട്ട് ആ അമ്പിയാക്കൾ, മരിച്ചുപോയ അമ്പിയാക്കളോട് സഹായം തേടുന്ന അമ്പിയാക്കളുടെ അനുയായികളുടെ അവസ്ഥ എന്താണ്? അമ്പിയാക്കളുടെ ദീനും അവരുടെ ദീനും തമ്മിൽ എന്തു ബന്ധമാണ്? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. സൂറത്തുൽ അംബിയ, സകല അമ്പിയാക്കളുടെയും ചരിത്രം ഹസ്വമായി ചുരുക്കി പറഞ്ഞ സൂറത്തുൽ അംബിയയിൽ അവസാനത്തെ ആയത്ത്. സൂറത്തുൽ അംബിയയിൽ എത്ര ആയത്തുണ്ട്? ഓർമ്മ ശരിയാണെങ്കിൽ 112 ആയത്തല്ലോ ഉസ്താദ്, 112-ാമത്തെ ആയത്ത്. അതായത് സൂറത്തുൽ അംബിയയിൽ അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമായി അല്ലാഹു പറയുന്നു. ആരോട് പറഞ്ഞു? മക്ക മുശ്രിക്കുകളോട്, സാക്ഷാൽ കുഫാറുകളോട്. ഖാല റബ്ബിഹ്കും ബിൽ ഹഖ്, അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാണ്, നീ ഹഖ് കൊണ്ട് ഞങ്ങളുടെ റബ്ബേ വിധി തീർപ്പാക്കണമേ. കുഫാറുകൾക്കും മുഅ്മിനീങ്ങൾക്കും ഇടയിൽ നീ ഹഖ് കൊണ്ട്, നിന്റെ ദീൻ കൊണ്ട് വിധി തീർപ്പാക്കണമേ റബ്ബേ. എന്നിട്ട് അള്ളാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താണ്. വറബ്ബുന റഹ്മാൻ, നമ്മുടെ റബ്ബാരാണ്? റഹ്മാനായ റബ്ബാണ്, അതികാരുണ്യമുള്ള
കാരുണ്യത്തിന്റെ കേദാരമായ ഉറവിടമായ റഹ്മാനായ റബ്ബാണ് നമ്മുടെ റബ്ബ്. പിന്നെന്താ പറഞ്ഞത്? അൽ മുസ്തആൻ, സഹായം തേടപ്പെടേണ്ടവനുമാണവൻ, സഹായം ചോദിക്കപ്പെടേണ്ടവനും അവൻ മാത്രമാണ്. അലമാ തസിഫൂൻ, നിങ്ങൾ കുഫാറുകൾ, നിഷേധികൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ജൽപ്പിക്കുന്ന ജൽപ്പനങ്ങളിൽ നിന്ന്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സംസാരങ്ങളിൽ നിന്ന്, അവനെ ശിർക്ക് വെക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം സഹായം തേടപ്പെടേണ്ടവൻ, സഹായം അഭ്യർത്ഥിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ പരിചയപ്പെടുത്താണ്. ആ നബിയെ വിളിച്ച് യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി, എന്റെ റസൂലേ, എനിക്കിത് അബദ്ധം സംഭവിച്ചു പോയി, തെറ്റിൽ ഞാൻ വീണുപോയി. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനത്തിൽ അറ്റമില്ലാതെ അതിരില്ലാതെ ഞാനിതാ തിന്മകളിൽ ആറാടിപ്പോയി. അതുകൊണ്ട് എന്തായിരുന്നു ബാക്കി? ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, താങ്കളോടിതാ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഞാൻ ആവലാതി പറയുന്നു. സയ്യിദി ഖൈറൻ നബി, എന്റെ നേതാവായ അമ്പിയാക്കളിൽ ഉത്തമരായവരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് സഹായം തേടണം പാപം പൊറുക്കാൻ വേണ്ടി. ആ നബി പറഞ്ഞത് എന്താണ്? സൂറത്തുൽ അംബിയാഇന്റെ അവസാനത്തെ ഭാഷ്യം അൽ മുസ്തആൻ അർ റഹ്മാൻ, റഹ്മാനായ റബ്ബാണ് സഹായം തേടപ്പെടേണ്ടവനെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനും നബിയുടെ അനുയായികളാണെന്ന് പറയുന്ന ഈ കൂട്ടരുടെ ദീനും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇദാ സഅൽത ഫസ്അലില്ലാ. ചെറിയ കുട്ടിയാകുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ എൻ്റെ മുമ്പിലിരിക്കുന്ന പല കുട്ടികളെക്കാളും ചെറിയ പ്രായത്തിൽ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. സ്വഹീഹ് മുസ്ലിമിലെ പ്രസിദ്ധമായ മറ്റൊരു ഹദീസിൽ കാണാം, നമ്മൾ മുമ്പ് പല ആവർത്തി ഈ ഹദീസ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇഹ്രിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ താല്പര്യം കാണിച്ച് പണിയെടുക്കുക. വസ്തഇൻ ബില്ലാഹ്, നീ ചെയ്യേണ്ടത് ചെയ്തിട്ട് പിന്നെ അള്ളാഹുവിനോട് സഹായം തേടുക. വസ്തഇൻ ബില്ലാഹ്, ഇസ്തിആനത്ത് സഹായത്തേട്ടം നീ ആരോടാണ്? അള്ളാഹുവിനോടാണ്. വലാ തഅജസ്, നീ അശക്തനാകരുത്, നീ മടി പിടിച്ചിരിക്കരുത്. പണിയെടുക്കാതെ കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തുമെന്ന് ചടഞ്ഞുകൂടിയിരുന്ന് ഞാൻ അള്ളാഹുൽ തവക്കുലാക്കിയിരിക്കുന്നുവെന്ന് പണിയെടുക്കാതെ പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. ഈ ഹദീസിലും വസ്തഇൻ ബില്ലാഹ്, സഹായം തേടേണ്ടത് ആരോടെന്ന് പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്. പണ്ഡിതന്മാർ പറയുന്നു, അൽ ഇസ്തിആന എന്നത്, ഇസ്തിആനത്ത് എന്നത് തവക്കുലിനോട് അടുത്ത് നിൽക്കുന്ന ഇബാദത്തിന്റെ ഒരു ഇനമാണ്. എന്നാൽ തവക്കുലും ഇസ്തിആനത്തും താരതമ്യം ചെയ്യുകയാണെങ്കിൽ തവക്കുലാണ് ഇസ്തിആനത്തിനേക്കാൾ ടോപ്പ് ലെവലിലുള്ളത്. കാരണം എന്താണെന്ന് അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിആനത്തിനെ പറ്റി പരാമർശിക്കുന്ന സമയത്ത് ഖുർആനിലും അതുപോലെ തന്നെ ചില ഹദീസുകളിലും കാണാം, ഇസ്തിആനത്തിനെ പറ്റി പരാമർശിക്കുമ്പോൾ അല്ലാഹു എന്ന അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാലയോടല്ലാതെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. വസ്തഇൻ ബില്ലാ എന്നാണല്ലോ പറഞ്ഞത്, ആണല്ലോ. അതിനു പകരം ഖുർആനിൽ നമുക്ക് കാണാം ഏതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, മുഅ്മിനീങ്ങളെ നിങ്ങൾ സബ്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും സഹായം തേടുക. അവിടെ ഇസ്തഈനു ബില്ലാ എന്ന് പറഞ്ഞില്ല, ബിസ്സബ്രി വസ്സലാ. യഥാർത്ഥത്തിൽ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടുന്ന ആരോട് തന്നെയാണ്? അള്ളാഹുവിനോടാണ്. ക്ഷമയും നിസ്കാരവും തവസുലാക്കുന്നു എന്ന് മാത്രം. ക്ഷമയെയും നിസ്കാരത്തെയും മുൻനിർത്തി സഹായത്തേട്ടം അള്ളാഹുവിനോടാണ്. പക്ഷെ ബില്ല എന്നതിന് പകരം ബിസ്സബ്രി വസ്സലാ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖുർആനിലോ സുന്നത്തിലോ ഒരിടത്തും തവക്കുലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടില്ല, അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാലയോട് ചേർത്തല്ലാതെ പരാമർശിച്ചിട്ടില്ല. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു, ആരല്ലാഹുൽ തവക്കുലാക്കുന്നു അവൻ അല്ലാഹു മതി. ഫതവക്കലു ഇൻ കുൻതും മുഅ്മിൻ, ഫതവക്കലു അലല്ലാഹ് ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹുൽ മാത്രം ഭരമേൽപ്പിക്കുക. ഫതവക്കലു അലസ്സലാ എന്ന് പറഞ്ഞില്ല, ഫതവക്കലു ബിസ്സബ്രി എന്ന് പറഞ്ഞില്ല. മാത്രമല്ല പണ്ഡിതന്മാർ
ഇസ്തിആനത്തിനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം ദുആഇന്റെ വിഷയത്തിലും നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന നമ്മുടെ സന്നിധിയിലുള്ള സ്ഥലത്തുള്ള നമ്മൾ ചോദിക്കുന്ന കാര്യം ചെയ്തു തരാൻ കഴിയുന്ന ഒരാളോട്, ഹയ്യും ഹാദിറും ഖാദിറുമായ ഒരാളോട് അയാളുടെ കഴിവിൽപ്പെട്ട് ചോദിക്കാം. ഉദാഹരണത്തിന്, ഈ 2 ഗ്ലാസ്സിലെ വെള്ളം ഞാൻ കുടിച്ചു തീർത്തു, 3ാമതൊരു ഗ്ലാസും കൂടി വെള്ളം എടുത്തിട്ട് വന്നേ മോനെ എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടിയോടോ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇതിന് സാധിക്കുന്ന ആരോട് എനിക്ക് ചോദിക്കാം. അത് ഇസ്തിആനയാണ്, സഹായത്തേട്ടാണ്. നിങ്ങൾ എൻ്റെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല, എൻ്റെ സന്നിധിയിലുണ്ട്. എൻ്റെ സംസാരമോ ഞാൻ ആവശ്യപ്പെടുന്ന കേൾക്കാൻ കഴിയാത്തവരല്ല, എൻ്റെ മുമ്പിലുണ്ട്. ഈ ചോദിക്കുന്ന കാര്യം അസ്സലാമത്തുള്ള ചോദിക്കുന്ന കാര്യം ചെയ്തു തരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളോട് ചോദിച്ചൂടെ? സൃഷ്ടികളോട്, ജീവിച്ചിരിക്കുന്ന സ്ഥലത്തുള്ള സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുക എന്നത്, ആ കാര്യം സഹായം തേടുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട സഹായത്തേട്ടമാണ്. ഇനി മരിച്ചവരോട് സഹായം തേടിയാലോ? മരിച്ച കബറുകൾ ചെന്ന്, മരിച്ച ആളുടെ കബറുകൾ ചെന്ന്, മരിച്ച വലിയന്റെ ഷെയ്ഖിന്റെ കബറുകൾ ചെന്ന്, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തു തന്നിരുന്ന കാര്യമാണ്. അല്ലെങ്കിൽ വാപ്പാന്റെ വല്യപ്പാന്റെ കബറുകൾ ചെന്ന്, വല്യപ്പ ഒരു ചികിത്സകനായിരുന്നു, നാട്ടുവൈദ്യം അറിയുന്ന ആളായിരുന്നു. അപ്പൊ ഒരു രോഗത്തിന് ഒറ്റമൂലി ചോദിക്കാൻ ആർക്കും അത് അറിയില്ല, ഓർമ്മയില്ല, പുരക്കാർക്ക് ആർക്കും അറിയില്ല. വല്യപ്പാന്റെ കബറുകൾ ചെന്ന്, വല്യപ്പ ആ ഒറ്റമൂലിന്റെ ടിപ്പൊന്ന് പറഞ്ഞോണ്ടാ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. വല്യപ്പ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ്, ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? മരിച്ചവരോടുള്ള അൽ ഇസ്തിആനതു ബിൽ ബയ്യിതി മുത്ലഖൻ, മരിച്ചവരോടുള്ള തേട്ടം എന്തുമാകട്ടെ, അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ, എന്ത് തേട്ടവുമാകട്ടെ, എത്ര നിസാരവുമാകട്ടെ, മരിച്ചവരോട് ചോദിക്കുന്നത് എന്തും ശിർക്കാണ്. മരിച്ചവരോടൊന്നും ചോദിക്കാൻ പാടില്ല, ശിർക്കാണ്. അവർക്കതിന് കഴിയുകയില്ല, അവർ കേൾക്കുകയില്ല, അവർ നമുക്ക് ഉത്തരം ചെയ്യുകയില്ല. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഇനി അപ്പോ മരിച്ചുപോയ മയ്യത്തിനോടുള്ള ഏത് തേട്ടവും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്കാണ്. 3ാമതായി, ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ സ്ഥലത്തില്ല, ഗായിബാണ്, അവരോട് ചോദിക്കുന്ന തേട്ടോ അതും മയ്യത്തിനോട് ചോദിക്കുന്ന തേട്ടം പോലെ, ഇസ്തിആന പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്കാണ്. വാപ്പ നാട്ടിലുള്ളപ്പോൾ കഴിയുന്ന കാര്യം ഗൾഫിൽ പോയ സമയത്ത് വീട്ടിലിരുന്ന് ഫോണിലൂടെ വിളിച്ചു പറയല്ല. ഇവിടെ ഇരുന്ന് വാപ്പ ഞാനിങ്ങനെ പറഞ്ഞാൽ വാപ്പ കേൾക്കും, വാപ്പക്ക് എന്നെ സഹായിക്കാൻ കഴിയും. അതല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കും. സ്ഥലത്തില്ല. ഇങ്ങനെ ഒരു സൂപ്പർ പവർ, അദൃശ്യമായ അഭൗതികമായ ഒരു ശക്തി ഞാൻ ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും, അല്ലേ? ഇവിടുത്തെ ത്വരീഖത്തിന്റെ, സൂഫി ത്വരീഖത്തിന്റെ വക്താക്കൾ ഈ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും പേറുന്ന ആളുകൾ തങ്ങളുടെ ശൈഖന്മാരെ കുറിച്ച്, തങ്ങൾ ബൈഅത്ത് ചെയ്ത മൗലാനമാരെ കുറിച്ച്, അവരെ മുരീദന്മാർ വിശ്വസിക്കുന്ന ഈ ജാതി വിശ്വാസമാണ്. തങ്ങൾ ഇവിടുന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ തങ്ങളുടെ പ്രയാസങ്ങൾ അവരറിയും. മുഹ്യിദ്ദീൻ ശൈഖിനെ പറ്റി എഴുതപ്പെട്ടൊരു വഴിയുണ്ട്. എന്താണെന്നറിയോ? കഥയറിയാതെ ഞങ്ങൾ കടലിൽ മുങ്ങി താഴുന്നു, കരമൊന്ന് നീട്ടി മോക്ഷം നൽകിടാനായി കേഴുന്നു, ഘാതങ്ങൾക്കപ്പുറം ബഗ്ദാദിലങ്ങിരുന്നാലും കാണുന്നു ഞങ്ങളെ കൽബിന്റെ ഉള്ളിലെന്നാളും. ഇങ്ങനെ വിശ്വസിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്ഥലത്തില്ലാത്ത ജീവിച്ചിരിക്കുന്ന ശൈഖിനെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിക്കാൻ പറ്റുമോ? സഹായം തേടാൻ പറ്റുമോ? പറ്റില്ല. അത് മയ്യത്തിനോട് തേടുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്കാണ്. ഇനി സ്ഥലത്തുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, ശൈഖ് മുമ്പിലുണ്ട്, അതല്ലെങ്കിൽ ഉസ്താദ് മുമ്പിലുണ്ട്, ഉസ്താദിനോട് ഉസ്താദിന്റെ കഴിവിൽപ്പെടാത്ത ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റുമോ? ആരോടാണെങ്കിലും തന്റെ മുമ്പിലുള്ള ഹാജറുള്ള ജീവിച്ചിരിക്കുന്ന ആളോട് അയാളുടെ കഴിവിൽപ്പെടാത്ത ചോദിച്ചാൽ അതും വലിയ ശിർക്കാണ്. ഏതുപോലെ? ശൈഖേ, നിങ്ങൾ അള്ളാഹുവിനോട് വലിയ അടുത്ത ആളാണല്ലോ, പാതിരാവരെ ആയിരക്കണക്കിന് ദിക്ർ ഉള്ളതില്ലാത്തൊക്കെ ചൊല്ലുന്ന ആളാണല്ലോ, അതുകൊണ്ട് നിങ്ങളെനിക്ക് മഗ്ഫിറത്ത് നൽകണമേ, എനിക്ക് ഹിദായത്ത് നൽകണമേ, എൻ്റെ പാപം പുറത്തു തരണമേ, കുട്ടിയില്ല കുട്ടിയെ തരണമേ, കടം വീടാൻ സഹായിക്കണമേ. ചോദിക്കാൻ പറ്റുമോ? കടം വീണ പൈസ നിന്ന് സഹായിക്കണം ചോദിക്കാം,
അതല്ല ഭൗതികമായി അള്ളാഹുവിനോട് നമ്മൾ തേടുന്നത് പോലെ അയാളുടെ കഴിവിൽപ്പെടാത്ത കാര്യം, നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അയാളുടെ കഴിവിൽപ്പെടാത്ത കാര്യമാണ്. എന്തുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊണ്ടുവരാൻ നമുക്ക് ചോദിക്കാം, നമ്മുടെ മുമ്പിൽ ഹാജറുള്ള കഴിവുള്ള ആളോട് ചോദിക്കുക എന്ന് പറയുന്നത് അയാളുടെ കഴിവിൽപ്പെട്ടതാണ്. അപ്പൊ സൃഷ്ടികളോട് അവരെ കഴിവിൽപ്പെട്ടതേ ചോദിക്കാവൂ. കഴിവിൽപ്പെടാത്തത് ചോദിച്ചാൽ അതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്കിന് ഉദാഹരണമാണ്. ശരി, മഹാനായ ഇമാം അൽ ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ മനോഹരമായൊരു സംഭവം മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെടുമ്പോൾ തന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, രണ്ടുപേരും സഹാബികളാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അദ്ദേഹത്തെ വിളിച്ച് സുബൈർ ഇബ്നു അവ്വാം ജമൽ യുദ്ധത്തിന്റെ വേളയിൽ താൻ കൊല്ലപ്പെടുമെന്ന ഒരു ധാരണ അദ്ദേഹത്തിന് വന്നപ്പോൾ, ഈ യുദ്ധത്തിൽ ഒരു പക്ഷേ താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന വിചാരത്തിൽ തന്റെ മകനെ വിളിച്ച്, അബ്ദുല്ലായെ വിളിച്ച് സുബൈർ റളിയല്ലാഹു അൻഹു വസിയത്ത് നൽകാണ്. അപ്പൊ വസിയത്ത് നൽകിയ കൂട്ടത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇത്ര കടങ്ങളുണ്ട്, നീ ആ കടം എന്റെ മരണശേഷം ഏറ്റെടുക്കണം. ഞാൻ അതിനു മുമ്പ് ഒരു പക്ഷേ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ആ കടങ്ങൾ നീ വീട്ടണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇൻ അഅജസക ശൈഉൻ ഫസ്തഇൻ ബിമൗലായ, ഇൻ അഅജസക ശൈഉൻ ഫസ്തഇൻ ബിമൗലായ. നിനക്ക് ഇനി ആ കടം വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ, നിനക്ക് താങ്ങാവുന്നതിലപ്പുറമാണെങ്കിൽ നീ എന്റെ മൗലയോട് സഹായം തേടണം. ഇവിടെ ഇവിടുത്തെ ഏതെങ്കിലും മൗലിയാരോ അല്ലെങ്കിൽ സൂഫി ത്വരീഖത്തുകാരനോ എന്റെ മൗല 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 എന്ന് വിളിക്കുന്ന ആരെയാണ്? അവരെ മശായിഖന്മാരെ, അവരെ ബൈഅത്ത് ചെയ്ത മശായിഖന്മാരെ. അതല്ലെങ്കിൽ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ, ആരെ കുറിച്ചാണ് പറയണ? മൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. മൗല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രക്ഷാധികാരി, എന്നെ രക്ഷിക്കുന്നവൻ, എന്റെ മൗല, എന്റെ ഉടമസ്ഥൻ, എന്റെ യജമാനൻ, എനിക്ക് കാവലേകുന്നവൻ എന്നൊക്കെ വ്യാപകാർത്ഥമുള്ള പദമാണ് മൗല. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ മുറിമൊല്ലമാര് പറയുന്ന മൗലയല്ല ഇവിടെ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പറഞ്ഞ മൗല. സത്യത്തിൽ ഈ പ്രയോഗം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല. നിനക്ക് കടം വീട്ടാൻ ആ ശക്തി ഉണ്ടായാൽ, സാധിച്ചില്ലെങ്കിൽ എന്റെ മൗലയോട് നീ സഹായം തേടണം എന്ന് വാപ്പ പറഞ്ഞത് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഫവല്ലാഹി മാ ദറൈതു മാ യുരീദ്, എന്റെ പിതാവെ താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. മൻ മൗല, ആരാണ് താങ്കളുടെ മൗല? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്റെ മൗല എന്ന് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു മറുപടി നൽകി. അദ്ദേഹം മരണപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫവല്ലാഹി മാ അഅജസനി ശൈഉൻ മിൻ ദൈനി സുബൈർ ഇല്ലാ നാദൈതു യാ മൗല സുബൈർ ഇഖ്ലി അൻഹു ദൈനഹു ഫയഖ്ദീഹി അല്ലാഹു അൻഹു. അല്ലാഹു ആണ് സത്യം, എന്റെ പിതാവ് സുബൈറിന്റെ കടം വീട്ടാൻ എപ്പോഴൊക്കെ എനിക്ക് പ്രയാസമായോ അപ്പോഴെല്ലാം ഞാൻ വിളിച്ചു, യാ മൗല സുബൈർ, സുബൈറിന്റെ ഉടമസ്ഥനായ മൗലയായ റബ്ബേ, എനിക്ക് അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ നീ കഴിവ് നൽകണമേ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഇതിനോടനുബന്ധമായി അൽ-ഇമാം അൽ-ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരി കൊണ്ടുവരുന്ന സംഭവമുണ്ട്. അതായത് എങ്ങനെയാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തന്റെ പിതാവിന്റെ കടം വീട്ടിയത്? എങ്ങനെ വീട്ടിയത്? അദ്ദേഹത്തിന്റെ കയ്യിലും ആസ്തിയൊന്നുമില്ല, അദ്ദേഹത്തിന്റെ കയ്യിലും സേവിങ്സ് ഒന്നുമില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന മറ്റൊരു സഹാബിയുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ സഹാബിയെ? ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. 3 സഹാബികളുടെ പേര് നമ്മൾ പറഞ്ഞു. സുബൈർ ഇബ്നു അവ്വാം, അദ്ദേഹത്തിന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അബ്ദുല്ലാഹ് ഹക്കീം ഇബ്നു ഹിസാം അല്ലെങ്കിൽ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. ആരാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന, ആദ്യ ഭാര്യയായിരുന്ന, നമ്മുടെ ഉമ്മയായിരുന്ന ഖദീജ ബീവിയുടെ സഹോദരപുത്രൻ. ഖദീജ ബീവിയുടെ സഹോദരന്റെ മകനായിരുന്നു ആര്? ഈ പറഞ്ഞ സഹാബി ഹക്കീം ഇബ്നു ഹിസാം. അദ്ദേഹത്തിന് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആയിട്ടുള്ള ബന്ധം എന്തായിരുന്നു? സുബൈർ ഇബ്നു
അൽ അവ്വാം റളിയല്ലാഹുവിന്റെ കസിൻ ബ്രദറായിരുന്നു. അതായത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹുവിന്റെ പിതാവിന്റെ സഹോദരപുത്രനായിരുന്നു. അല്ലെ, പിതാവിന്റെ ഉപ്പാന്റെ സഹോദരന്റെ പുത്രൻ, എളാപ്പ മൂത്താപ്പ മകൻ, അതിനല്ലേ കസിൻ ബ്രദർ എന്ന് പറയാ. ശരി, ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു വാപ്പാന്റെ മരണശേഷം മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ കാണാണ്. ചോദിച്ചു, മാദാ തറക അഖി, എത്ര കടമാണ് വാപ്പ മോനെ ഉപേക്ഷിച്ചു പോയത്? അഖി എന്ന് വിളിച്ചത് എന്റെ സഹോദരനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വാപ്പാന്റെ കടത്തെപ്പറ്റി വിവരം നൽകി. അദ്ദേഹം മനസ്സിലാക്കി, ഫറഅഹു ശൈഅൻ അളീമ, വലിയ കടമുണ്ടായിരുന്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്. മാ അظن അന്ന മാ ഇൻദകും യഫി ബി ഫഇൻ അഅജസക ശൈഉൻ ഫസ്തഇൻ ബി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് കടം വീട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ നീ എന്നോട് സഹായം ചോദിച്ചോളൂ, നീ എന്നോട് സഹായം ചോദിച്ചോളൂ. അപ്പോൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ ആദ്യം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹുവിന് സഹായം ചോദിച്ചത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലൊന്നുമില്ല, വാപ്പാക്കറിയാം ഒന്നുമില്ല എന്ന്. അതുകൊണ്ടാണ് തന്റെ മൗലയായ റബ്ബിനോട് സഹായം ചോദിക്കാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കടം വീട്ടാൻ ആരെ കാരണക്കാരനാക്കി? സമ്പന്നനായിരുന്ന ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിനെ കാരണക്കാരനാക്കി. അദ്ദേഹം ആ കടം വീട്ടാൻ സന്നദ്ധനാണെന്ന് അറിയിച്ചു. നിനക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ എന്നോട് സഹായം ചോദിച്ചോളൂ, ഫസ്തഇൻ ബി എന്ന് പറഞ്ഞു. അവിടെ എന്നോട് സഹായം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അതായത് സഹായ അദ്ദേഹത്തിന് കഴിയുന്ന കാര്യമാണ്. അപ്പൊ അവിടെ ഹയ്യും ഹാദിറും ഖാദിറുമായ ഒരു മഖ്ലൂക്കിനോട്, പടപ്പിനോട് സാധിക്കുന്ന സഹായത്തേട്ടം, അത് അനുവദനീയമായ സഹായത്തേട്ടം, അതും ഈ അസറിൽ പഠിപ്പിക്കപ്പെട്ടു. എല്ലാറ്റിലും ഉപരി അഭൗതികമായി ഒരു പടപ്പിനും കഴിയാത്ത കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം തേടേണ്ടത് എല്ലാവരുടെയും മൗലയായ റബ്ബിനോട് മാത്രമാണ് എന്നും പഠിപ്പിക്കപ്പെട്ടു. രണ്ടിനും ഈ അസറിൽ ഉദാഹരണമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഈ അസർ നമുക്ക് വായിക്കാൻ സാധിക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? ശരി, അപ്പോ സൃഷ്ടികൾക്ക് അവരുടെ കഴിവിൽപ്പെട്ട കാര്യം അവരോട് ചോദിക്കുന്നത് എന്താണ്? ജായിസാണ്. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലും വന്ന മറ്റൊരു സംഭവമാണ്, ബരീറ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിന് മോചനദ്രവ്യം നൽകാൻ വേണ്ടി, മോചിപ്പിക്കപ്പെടാൻ വേണ്ടി, പിന്നെ അദ്ദേഹം തടവിലാക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മോചനദ്രവ്യം നൽകാൻ പൈസക്ക് വേണ്ടി ആരോട് സഹായം തേടി? ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹായം തേടി. ആ പൈസ കൊടുത്ത് സഹായിക്കാൻ അവർക്ക് സാധിക്കുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാൻ സാധിക്കുന്നുണ്ട്, അവിടെ ഇസ്തആന എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ ആളുകളെ തെറ്റിദ്ധരിക്കുന്ന പോലെയല്ല കാര്യം. സഹായത്തേട്ടം ഈ ജാതി ഉദാഹരണങ്ങളൊക്കെ കണ്ടോ? ആയിഷ ബീവിനോട് സഹായം തേടിയില്ലേ? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ കടം വീട്ടാൻ വേണ്ടി എന്നോട് സഹായം തേടിക്കോന്ന് പിന്നെ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു വന്ന് പറഞ്ഞില്ലേ? സഹായം തേടിക്കൂടെ? സ്വാലിഹീങ്ങളോട്, ഔലിയാക്കളോട് സഹായം തേടിക്കൂടെ? അതേതാ സഹായത്തേട്ടം? സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യം ജീവിച്ചിരിക്കുന്ന മുമ്പിലുള്ള ആളുകളോട് ചോദിക്കാം. മരിച്ചാലോ സ്ഥലത്തില്ലെങ്കിലോ ഒരു തേട്ടവും പാടില്ല. കേട്ടോ? ഇവിടെ നോക്കൂ, വളരെ അത്ഭുതകരമായ കാര്യം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പിതാവ് സുബൈർ ഇബ്നുൽ അവ്വാം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശിരീൻപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു കടം വീട്ടാൻ നിനക്ക് കഴിയില്ലെങ്കിൽ മോനെ വാപ്പാന്റെ കബറിന് വന്ന് തേടിക്കോ എന്ന് പറഞ്ഞില്ല, പഠിപ്പിച്ചു കൊടുത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, എന്റെ മൗലയോട് തേടാൻ പഠിപ്പിച്ചു. ഇനി അങ്ങനെ മൺമറഞ്ഞ ഔലിയാക്കളോട്, സ്വഹാബത്തിനോട് നമ്മുടെ മുൻഗാമികൾ തേടിയിരുന്നെങ്കിൽ ഹക്കീം ഇബ്നു ഹിസാം വന്നിട്ട് എന്ത് പറയണം? മോനെ കടം വീട്ടാൻ ആ ശക്തി ഉണ്ടെങ്കിൽ എന്നോട് പറയണ്ട, നീ വാപ്പാന്റെ കബറിൽ നിന്ന് സഹായം തേടിക്കോ എന്ന് പഠിപ്പിച്ചു കൊടുത്തില്ല. നോക്കൂ നിങ്ങൾ, എത്ര വ്യക്തമാണ് കാര്യം. അതുകൊണ്ട് സഹായത്തേട്ടം സൃഷ്ടികൾക്ക് കഴിയാത്ത വിഷയത്തിൽ അള്ളാഹുവിനോട് മാത്രം, സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുന്ന സഹായം അവരെ കഴിവിൽപ്പെട്ടത് മാത്രം. ഇത് തമ്മിൽ വേർതിരിക്കണം. ഒന്ന് ശിർക്കും, ഒന്ന് അനുവദിക്കപ്പെട്ടതുമാണ്. രണ്ടും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇത് രണ്ടും കൂട്ടിക്കുഴച്ച് രണ്ടും ഒന്നാണ് എന്ന് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന പുരോഹിത പണ്ഡിത വേഷധാരികൾ അവർ മുസ്ലിമീങ്ങളെ നയിക്കുന്ന ശിർക്കിലേക്കാണ്, കുഫറിലേക്കാണ്, സാക്ഷാൽ അബൂജഹലിന്റെ ദീനിലേക്കാണ്
അബൂജഹലിനെതിരെ ദഅവത്ത് ചെയ്യാമെന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലേക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായി ഷെയ്ഖ് കൊണ്ടുവരുന്ന ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട കാര്യം അൽ-ഇസ്തിആദ. തെളിവ് നമ്മൾ വിശദീകരിച്ചില്ലേ? ഇസ്തിആനയുടെ തെളിവ് നമ്മൾ വിശദീകരിച്ചു. ഒന്നാമത്തെ തെളിവ് എന്തായിരുന്നു? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഖുർആനിൽ നിന്നുള്ള തെളിവ്. രണ്ടാമത്തെ തെളിവ് ഹദീസിൽ നിന്ന് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഇനി അടുത്തതായി അൽ-ഇസ്തിആദ. എന്താണ് ഇസ്തിആദ എന്ന് പറഞ്ഞാൽ? ഇസ്തിആന എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഔൻ. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഔദ്. ത്വലബുൽ ഔദ്, ഐൻ വാ ദാൽ, രക്ഷാതേട്ടം, അഭയചോദ്യം, ശരണം പ്രാപിക്കൽ, ഇതൊക്കെയാണ് ഇസ്തിആദത്തിന്റെ ഭാഷാർത്ഥം. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇസ്തിആന, ഇസ്തിആദ, ഇസ്തിഗാസ, ഇതിലെല്ലാം ആദ്യത്തിൽ ഒരു അലിഫുണ്ട്, സീനുണ്ട്, താ ഉണ്ട്, അല്ലേ? ഇസ്തിആന, അൽ-ഇസ്തിആദ, അൽ-ഇസ്തിഗാസ. ഇസ്തിഗാസ നമുക്ക് വിശദീകരിക്കാൻ. ഈ അലിഫും സീനും താവും അതറിയിക്കുന്നത് എന്താണ്? അത്വലബ്, തേട്ടമാണ്. ഈ അലിഫും സീനും താവും ഏതെങ്കിലും ഇസ്മിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം തേട്ടമാണ്, ചോദ്യമാണ്, ആവശ്യപ്പെടലാണ്. അപ്പൊ ഇസ്തിആന എന്ന് പറഞ്ഞാൽ സഹായം തേടുക. ആരോട്? അള്ളാഹുവിനോട്. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ രക്ഷ തേടുക. ആരോട്? അള്ളാഹുവിനോട്. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ, ഇസ്തിആദ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ ക്ലാസിന്റെ തുടക്കത്തിൽ വിശദമായി പറഞ്ഞതാണ്. എങ്കിലും അവിടെ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. അൽ-ഇൽതിജാഉ വൽ-ഇഅ്തിസാമു ബിമൻ യക്ഫി മിൻ മഖൂഫ്. പേടിക്കുന്ന കാര്യത്തിൽ നിന്ന്, നമ്മൾ വെറുക്കുന്ന കാര്യത്തിൽ നിന്ന് രക്ഷയും അവലംബവും തേടുക. ഒരു കാര്യം മനുഷ്യൻ പേടിച്ചാൽ ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അഭയം തേടി ശരണം പ്രാപിച്ച് അവൻ ആരിലേക്കാണോ ചെല്ലുന്നത് ആ തേട്ടം, അതിനാണെന്ന് പറയാം ഇസ്തിആദ എന്ന് പറയുക. ഇതാർക്ക് മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്? നമ്മൾ ലക്ഷ്യം ചോദിച്ചു ചെല്ലേണ്ടത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, എല്ലാ പേടിപ്പെടുത്തലുകളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മൾ രക്ഷ ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോട് മാത്രം. എന്താണ് തെളിവ്? സൂറത്തു അൽ ഫലഖ്, സൂറത്തു നാസ്. സൂറത്തുൽ ഫലഖിന്റെ തുടക്കം എന്താണ്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ, ആരോടാണ് പറയുന്നത്? പറയുക നബിയെ, നബിയോടാണ് പറയുന്നത്. നബിയോട് പറയാൻ പറഞ്ഞ നബി മാത്രമാണോ പറയേണ്ടത്? അല്ല. ഖുർആൻ വായിക്കുന്ന, ഇത് കേൾക്കുന്ന സകല മനുഷ്യർക്കും ഈ നിയമം ബാധകമാണ്. പറയുക നബിയെ, മുസ്ലിം ഉമ്മത്തും പറയട്ടെ, അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബായ അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, ഇസ്തിആദ ചെയ്യുന്നു. അപ്പൊ രക്ഷ ചോദിക്കേണ്ടത് ആരോടാണ്? ഫലഖിന്റെ റബ്ബായ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട്. ഫലഖ് എന്ന് പറഞ്ഞാൽ അധിക മുഫസ്സിരിങ്ങളും പറഞ്ഞത് അസുബഹ്, പ്രഭാതം, പുലരി എന്നാണ് ഫലഖിന്റെ അർത്ഥം ഇവിടെ നിന്ന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതെന്ന് മുഫസ്സിരിങ്ങളിൽ അധിക പേരും പറഞ്ഞു. വേറെയും ചില അഭിപ്രായങ്ങളുണ്ട്. ഫലഖ് എന്ന് പറഞ്ഞാൽ മുഴുവൻ സൃഷ്ടികളും, കുല്ലുൽ മഖ്ലൂഖാത്ത്, മുഴുവൻ സൃഷ്ടിജാലങ്ങളും എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്. അപ്പൊ മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെ റബ്ബാരാണ് അള്ളാഹു, പുലരിയുടെയും റബ്ബാരാണ് അള്ളാഹു. മറ്റൊരർത്ഥം കുല്ലുമാ യുഫ്ലഖ്, പൊട്ടിപ്പിളരുന്ന എല്ലാം, അതിന് ഫലഖ് എന്ന് പറയും. ഖുർആനിൽ തന്നെ അതിനുള്ള തെളിവുണ്ട്. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈത്തപ്പനക്കുരുവിനെയും ധാന്യങ്ങളെയും വിത്തുകളെയും പൊട്ടിമുളപ്പിക്കുന്നവനാണ്. അതിനെ പൊട്ടിപ്പിളർത്തി അതിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൃക്ഷങ്ങളും സസ്യലതാദികളും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ മുഴുവൻ പൊട്ടിപ്പിളരുന്ന ജീവജാലങ്ങളുടെയും സൃഷ്ടിവർഗങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ്. എല്ലാം നമുക്ക് ഒരുമിപ്പിച്ച് പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേരുന്ന വിശേഷണമാണ് റബ്ബുൽ ഫലഖ്. അപ്പൊ പുലരിയുടെ റബ്ബായ, സകല സൃഷ്ടിജാലങ്ങളുടെ റബ്ബായ, വൃക്ഷങ്ങളുടെയും വിത്തുകളുടെയും സസ്യലതാദികളുടെയും റബ്ബായ അള്ളാഹുവിനോടിതാ ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, സൂറത്തു നാസിലെ തുടക്കം. മനുഷ്യരുടെ റബ്ബായ അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. മനുഷ്യരാരോടാണ് അപ്പൊ രക്ഷ ചോദിക്കേണ്ടത്? മനുഷ്യരോടല്ല, തന്നെ പോലെ ജീവിച്ചു മരിച്ചവരോടല്ല, തന്നെക്കാൾ താഴ്ന്ന ജീവികളോടല്ല, വിഗ്രഹത്തോടല്ല, കല്ലിനോടല്ല,
തനിക്ക് സമാന്തരമായ സൃഷ്ടിവർഗമായ ജിന്നിനോടല്ല, മലക്കുകളോടല്ല, അമ്പിയാക്കളോടല്ല, സ്വാലിഹ്യങ്ങളല്ല. മനുഷ്യർ രക്ഷ ചോദിക്കേണ്ടത് അവരുടെ റബ്ബായ അള്ളാഹുവിനോട് മാത്രമാണ്. ഖുൽ, പറയുക നബിയെ, അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഇനിയും ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്, നീ ഖുർആൻ ഓതുകയാണെങ്കിൽ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ട ശൈത്താനിൽ നിന്ന് ആരോട് രക്ഷ ചോദിക്കണം? ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. അതുപോലെ തന്നെ സൂറത്ത് ഗാഫിറിൽ കാണാം, മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനും കൂട്ടരും ഭീഷണിപ്പെടുത്തിയപ്പോൾ, വധഭീഷണി മുഴക്കിയപ്പോൾ, മൂസായെയും ഹാറൂനെയും ഞാൻ കൊല്ലും, അവൻ ആളുകളെ പഴപ്പിക്കുകയാണ്, ആളുകളുടെ മതം മാറ്റുകയാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അതിന് മറുപടിയായി പറഞ്ഞു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഫിർഔന് മറുപടിയായി പറഞ്ഞു, ഇന്നി ഉദ്തു ബിറബ്ബി വറബ്ബിക്കും, നീ കൊല്ലാൻ വധഭീഷണി മുഴക്കുന്നുവെങ്കിൽ ഞാൻ രക്ഷ തേടാൻ നിന്റെയും എന്റെയും റബ്ബായ അള്ളാഹുവിനോട് ദാ കാവൽ ചോദിക്കുന്നു. മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്, എന്നിട്ട് നൈസായ ഒരു കൊട്ടലും കൊട്ടി. എന്താണെന്നറിയോ? മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്, ഞാൻ നിന്റെയും എന്റെയും റബ്ബായ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത് ഖിയാമത്ത് നാളിൽ വിശ്വസിക്കാത്ത, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത എല്ലാ അഹങ്കാരികളിൽ നിന്നുമാണ്. അതാരാണ്? സാക്ഷാൽ ഫിർഔൻ. അതുകൊണ്ട് അള്ളാഹുൽ വിശ്വാസമില്ലാത്ത, മരിച്ചു എന്നാൽ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കാത്ത, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ പരമോന്നതനായ റബ്ബ് എന്ന് അഹങ്കരിക്കുന്ന അഹങ്കാരി, നിന്നിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നത് നിന്റെയും എന്റെയും റബ്ബിനോടാണ് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മനോഹരമായി മറുപടി നൽകി. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് അൽ ഇസ്തിആദ എന്ന മഹത്തായ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് വകവെച്ചു കൊടുക്കേണ്ടത്. ഇതിന് സമാനമായ മറ്റും പ്രയോഗങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാം. മആദല്ലാഹ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഇമ്രഅത്തുൽ അസീസ് വന്നപ്പോ അല്ലാഹുവിൽ അഭയം, അല്ലാഹുവിൽ രക്ഷ പ്രാപിക്കുന്നു ഞാൻ, അല്ലാഹുവിൽ ശരണം. ഇവിടെ ഇന്ന് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ശരണം വിളികൾ തത്തിക്കളിക്കുന്ന സമയമാണ്, ആ സീസണാണ്. ശരണം വിളി, ആരെയാണ് നമ്മൾ ശരണം വിളിക്കേണ്ടത്? അത് കേട്ടിട്ട് കുട്ടികളത് മാലപ്പാട്ട് ചൊല്ലുന്ന പോലെ, ദിക്ർ ചൊല്ലുന്ന പോലെ മുസ്ലിം കുട്ടികൾ ചൊല്ലും. ആ ജാതി പാട്ടുകളും അല്ലേ ഓരോ സീസണിലും. അതിനിപ്പോ എന്ത് കുഫറാണെങ്കിലും, എന്ത് ശിർക്കാണെങ്കിലും, എന്ത് വൃത്തികേടാണെങ്കിലും സകലരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ട്രെൻഡാണല്ലോ ഇത്. ആണല്ലോ, കാക്കയും അതുപോലെ തന്നെ ചേട്ടനും അച്ചായനുമെല്ലാം ഒരുമിച്ച് എല്ലാം ആഘോഷിക്കുക എന്നുള്ള ട്രെൻഡാണ്. ആ കൂട്ടത്തിൽ ഈ ജാതി പാട്ടുകളും ചിലപ്പോൾ സ്റ്റാറ്റസും, അതല്ലെങ്കിൽ കുട്ടികളുടെ നാവിൽ ദിക്ർ ചൊല്ലുന്ന പോലൊക്കെ മുഴങ്ങും. പല രൂപത്തിലും പല ജാതിയിലും ഷിർക്കിന്റെ വാചകങ്ങളാണ്. ശരണം, മആദല്ലാഹ് എന്ന പ്രയോഗം അതിനന്വർത്ഥമാക്കുന്നതാണ്. അള്ളാഹുൽ മാത്രമാണ്. അബദ്ധത്തിൽ പോലും നമ്മുടെ മക്കളുടെ വായിൽ അത് വരരുത്, അവരെ കേൾപ്പിക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് നമ്മൾ ലക്ഷ്യം ചോദിക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്തിആനത്തിന്റെ വിഷയത്തിൽ, സഹായത്തേട്ടത്തിന്റെ വിഷയത്തിൽ അള്ളാഹു അല്ലാത്തവരോട് അവർക്ക് സാധിക്കുന്ന അവരുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കാൻ നമ്മൾ പറഞ്ഞു. കഴിവിൽപ്പെടാത്തത് സൃഷ്ടികളോട് ചോദിക്കുമ്പോൾ അത് ശിർക്കാണ്, അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അതുപോലെ ഇസ്തിആദയുടെ വിഷയത്തിലും അങ്ങനെ ചില വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്തിആദ എന്ന് രക്ഷ ചോദിക്കുക എന്നുള്ളത്, അഭയം തേടുക എന്നുള്ളത് സൃഷ്ടികളോട് പറ്റുമോ, പടപ്പുകളോട് പറ്റുമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ സംസാരിക്കുക പറഞ്ഞു. ഇസ്തിആദത്തിന്, രക്ഷ ചോദിക്കുന്നതിന് രണ്ട് വശമുണ്ട്, ജാനിബുൻ ബാത്തിൻ വജാനിബുൻ ലാഹിർ. ഒന്ന് ആന്തരികമായി നമ്മുടെ കൽബിനകത്തുണ്ടാകേണ്ടുന്ന മൂല്യമാണ്. അതെന്താണ്? ഹൃദയത്തിന്റെ അവലംബം, ഹൃദയത്തിലുള്ള ഉറച്ച പ്രതീക്ഷ, വിശ്വാസം, ഹൃദയത്തിന്റെ ആശ്രയം. ഇതാരിലേക്ക് മാത്രമാകണം? അള്ളാഹുലേക്ക് മാത്രമാകണം. മറ്റൊരു വശം ജാനിബുൻ ലാഹിർ. ജാനിബുൻ ലാഹിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടികൾക്ക് സാധിക്കുന്ന രംഗം. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിൽ കള്ളം കയറി എന്ന് വിചാരിക്കും. ഇപ്പോൾ കള്ളന്മാരുടെ ശല്യം കൊണ്ട് വളരെ വൈറലാണ് സോഷ്യൽ മീഡിയ എല്ലാം, അല്ലേ? കള്ളം കയറി, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, വീട്ടിലാരുമില്ല. ഈ പറഞ്ഞ ആയുധവും
കുന്ത്രാണ്ടൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെണ്ണുങ്ങൾ എന്ത് രക്ഷിക്കണേ എന്ന് വിളിച്ചു കൂവും. അപ്പൊ അടുത്തുള്ള ചിലപ്പോൾ അറിയുന്ന കുറച്ച് ധൈര്യമുള്ള ഇത്താത്ത ഉണ്ടാവും അപ്പുറത്തെ അയൽവാസിയായിട്ട്, അതല്ലെങ്കിൽ കാക്ക ഉണ്ടാവും, അതല്ലെങ്കിൽ കുടുംബക്കാരൻ ഉണ്ടാവും, അതല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവും കുറച്ചപ്പുറത്ത്, അല്ല ആരെങ്കിലും. അപ്പോ ഈ ജാതി ആളുകളുടെ ദ്രോഹത്തിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുള്ള ആരെങ്കിലൊക്കെ അപ്പുറത്തുണ്ടെങ്കിൽ അവരെ പ്രതീക്ഷിച്ച് രക്ഷിക്കണേ എന്ന് വിളിക്കൂലേ? അല്ലെങ്കിൽ വല്ലാതെ അസുഖം വന്ന് ബുദ്ധിമുട്ടി വേദന സഹിക്കാൻ പറ്റാതെ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ കേശാലിറ്റി ഡോക്ടറെ രക്ഷിക്കണേ എന്ന് അറിയൂലേ? അപ്പൊ ഇങ്ങനെയുള്ള സൃഷ്ടികൾക്ക്, കാരണം ഡോക്ടർക്ക് മരുന്ന് കൊടുക്കാനും അതല്ലെങ്കിൽ ചികിത്സിക്കാനും ഒക്കെ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ രോഗം മാറ്റുന്നത് അള്ളാഹുവാണ്. അതിലൂടെ ആത്യന്തികമായി രക്ഷ തരുന്ന എന്റെ റബ്ബ് മാത്രമാണ് എന്ന ആന്തരികമായ അവലംബം, ഖൽബിന്റെ സിഖത്ത്, ഇഅ്തിമാദ്, അതാരിലേക്കാണ്? ഖൽബാരിലേക്കാണ്, അള്ളാഹുലേക്ക്. പക്ഷേ സൃഷ്ടികൾക്ക് കഴിയുന്ന രംഗത്ത് അവരോട് ഒന്ന് മരുന്ന് കുറിച്ച് തന്നെ, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ അടിക്കണേ, ഈ വേദനയ്ക്ക് എന്തെങ്കിലും ഒരു സംഗതി തരണേ, അതല്ലെങ്കിൽ ഈ ദ്രോഹിക്കുന്ന ഈ അക്രമികളിൽ നിന്ന് രക്ഷിക്കണേ, കാക്കണേ. വീട്ടിൽ വെട്ടും കുത്തും തല്ലും, അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി സാറേ ഒന്ന് കഴിച്ചിലാക്കണേ, ഇതുണ്ടല്ലോ, ഇതൊരു തരം രക്ഷാചോദ്യമാണ്, അഭയചോദ്യമാണ്. ഇതവർക്ക് സൃഷ്ടികൾക്ക് കഴിയുന്ന രംഗത്ത്. പക്ഷെ അപ്പോഴും നമ്മുടെ അവലംബം, ഇപ്പൊ ഡോക്ടർ ചികിത്സിച്ചു, അത് കാരണമായി അസുഖം മാറി, പിന്നെ സകല രക്ഷാചോദ്യം ഡോക്ടറോട് തന്നെ. ആ ഡോക്ടർ സംഭവമാണ്, ആ ഡോക്ടർക്ക് എന്തോ അഭൗതികമായ ശക്തിയുണ്ട്, അദ്ദേഹം ആത്മീയ ഗുരുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലേ? ഇപ്പോ നമ്മുടെ നാട്ടിൽ ശീലമുള്ള സാമ്പ്രദായികമായ ആളുകൾ ശീലിച്ചു വരുന്ന ചികിത്സാ രീതികളുണ്ട്, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം. അതിനപ്പുറത്ത് ആൾട്ടർനേറ്റീവായിട്ടുള്ള പല ചികിത്സാ രീതികളുണ്ട്, മരുന്നില്ലാതെയുള്ള ചികിത്സ. ഇതൊക്കെ ഒരു ദീനി പരിവേഷം. അത് ചികിത്സിക്കുന്ന ആൾ മരുന്നില്ലാതെ, അതല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാതെ, മറ്റു പൈസ ചെലവില്ലാതെയാണ് ചികിത്സ. ഇങ്ങനെയുള്ള ആളുകൾ അത് കാരണമായി രോഗം മാറുമ്പോൾ എന്തോ അഭൗതികമായി ഇവർ പ്രപഞ്ചത്തിൽ നിന്ന് പല ശക്തികളും എനർജിയൊക്കെ ആവാഹിച്ചെടുത്ത്, അല്ലെ, അങ്ങനെയുള്ള ചില ആളുകൾ വളരെ പിടുത്തം വിട്ട് കുഫറും ശിർക്കും കലർത്തി ചികിത്സിക്കുന്നതായി കാണാം. അവർക്ക് പേഷ്യന്റിനെ കാണണ്ട, ഡിസ്റ്റൻസ് ഹീലിംഗ്, അതല്ലെങ്കിൽ ഫോണിൽ കൂടെ, അതല്ലെങ്കിൽ അടുത്തിരുന്ന് തൊടാതെ പ്രാണിക് ഹീലിംഗ്, ഇങ്ങനെ പല ജാതി പേരും വെച്ച് ആത്മീയ പരിവേഷം നൽകി അവനൊരു ഔലിയാക്കി, അതല്ലെങ്കിൽ ഒരു സൂപ്പർ പവർ, അഭൗതികമായ എന്തോ ശക്തി പ്രപഞ്ചത്തിൽ നിന്ന് ആവാഹിച്ചിട്ട് വലിയ സംഭവമാക്കിയ ആളുകൾ. അങ്ങനെ ചില ചികിത്സ, കാരണം ചികിത്സാരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ നിസ്സഹായത ചൂഷണം ചെയ്യാൻ പറ്റുന്ന വലിയ മാർഗമാണ്. ആളുകൾ ബുദ്ധിയും ശരീരവും പൈസയും സമയമൊക്കെ പണയം വെച്ചു കൊടുക്കും, എന്തെങ്കിലും റിസൾട്ട് അള്ളാന്റെ തൗഫീക്കിനാൽ യോജിച്ചു വന്നാൽ. അതുകൊണ്ട് ഇങ്ങനെ സൃഷ്ടികൾക്ക് കഴിയുന്ന രംഗങ്ങളിൽ എന്തെങ്കിലും ചെയ്തു തന്നു കഴിഞ്ഞാൽ പിന്നെ അവരിലേക്കായി ഹൃദയം മുഴുവൻ, അവലംബം മുഴുവൻ. ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആളുകൾക്ക് സാധിക്കുന്ന രംഗങ്ങളിൽ സഹായം ചോദിക്കാനോ രക്ഷ ചോദിക്കാനോ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, അവർക്ക് കഴിയുന്ന വിഷയത്തിൽ. പക്ഷെ ഹൃദയത്തിന്റെ അവലംബം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ഇത് വളരെ സൂക്ഷ്മമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന് പല ഉദാഹരണങ്ങളും പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ സഹാബി വനിതകളിൽപ്പെട്ട മഖ്സൂമിയ റളിയല്ലാഹു അൻഹ, അവർ അബദ്ധത്തിൽ മോഷ്ടിച്ചു പോയി. സ്വഹീഹ് മുസ്ലിമിൽ വന്ന സംഭവമാണ്. അങ്ങനെ മോഷ്ടിക്കപ്പെട്ടാൽ എന്താണ് ശിക്ഷ? നമ്മുടെ നാട്ടിൽ മോഷ്ടിക്കുന്നവർക്ക് മോഷ്ടിക്കാനുള്ള എല്ലാ സാഹചര്യം, കൊല്ലുന്നവന് കൊന്നോട്ടെ, കൊന്നു തീർക്കട്ടെ, അല്ല, വധശിക്ഷ അത് കാടത്തമാണ്, നീചത്വമാണ്. കട്ടവനെ ഇസ്ലാമിന്റെ ശിക്ഷാ നിയമം അനുസരിച്ച് ആ ശിക്ഷാ നടപടി കട്ടവന്റെ കൈവെട്ടി പിന്നെ അവൻ കക്കാൻ നിൽക്കോ? കട്ടവൻ, വെട്ടപ്പെട്ട കട്ടവന്റെ കൈ കണ്ട പിന്നെ കക്കാൻ തുറയുള്ളവന് കക്കാൻ തോന്നുന്നു. അതാണ് ഇസ്ലാമിന്റെ നിയമം. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളുടെ യുക്തി അത് സാർവകാലികമാണ്, സർവപ്രസക്തമാണ്, ഏതു ജനങ്ങൾക്കും ഏത് സമൂഹത്തിന് യോജിച്ചതാണ്. അതിനെ ആക്ഷേപിക്കുന്നവരെ കാണാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഇസ്ലാമിലെ ശിക്ഷാമുറകൾ അത് വളരെ കടുപ്പായിപ്പോയി. ചില മുസ്ലിം നാമധാരികൾ വരെ പറയുന്നത് കാണാം, വ്യഭിചാരി എറിഞ്ഞുകൊല്ല, കട്ടവന്റെ കൈവിട്ട്, കൊന്നവനെ കൊല്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ
ഈ തിന്മകൾ അത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? ബുദ്ധിയുള്ളവന് മനസ്സിലാക്കിക്കൂടെ? അങ്ങനെ മഹദിയായ മഖ്സൂമിയ റളിയല്ലാഹു അൻഹ അവർ മോഷ്ടിച്ചു, ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് അവർ രക്ഷ ചോദിച്ചു വന്നു. ഹദീസിൽ കാണാം, ഫആദത് ബി ഉമ്മി സലമ, ഉമ്മു സലമയോട് അവർ രക്ഷ ചോദിച്ചു എന്നാണ് ഹദീസിലുള്ളത്. എന്ന് പറഞ്ഞാൽ ലജഅത് ഇലൈഹ വഹ്തമത് ബിഹാ ലിതശ്ഫഅ ലഹാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നെ ശിക്ഷിക്കാതിരിക്കാൻ ശുപാർശ ചോദിക്കാൻ വേണ്ടി ഉമ്മു സലമയോട് അവർ രക്ഷ ചോദിച്ചു, അഭയം ചോദിച്ചു. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ രക്ഷ ചോദിച്ചു എന്നാണ് പ്രയോഗം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കണ്ടോ, പ്രവാചക പത്നിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു സലമയോട് സ്വഹാബിയായ മറ്റൊരു വനിത രക്ഷ ചോദിച്ചു. അതുകൊണ്ട് സ്ത്രീകളെ, പെണ്ണുങ്ങളെ, നിങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ വിളിച്ച് തേടിക്കോ എന്ന് മുലയന്മാർ പറഞ്ഞ എന്താ മറുപടി? ഉമ്മു സലമയോട് മഖ്സൂമിയ വന്ന് ചോദിച്ചത് റളിയല്ലാഹു അൻഹുമ അവരുടെ കഴിവിൽപ്പെട്ട കാര്യമാണ്. എന്താണ് കഴിവിൽപ്പെട്ട കാര്യം? ശിക്ഷിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശ ചെയ്യാം. അതവർക്ക് കഴിയുന്ന കാര്യമാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിഷയം അവതരിപ്പിച്ചു. അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തു നോക്കി. വയാ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിയുക്തമായ മറുപടി കേൾക്കൂ നിങ്ങൾ. ഇസ്ലാമിന്റെ റസൂലിന്റെ നബിയുടെ മറുപടി കേൾക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി ലൗ അന്ന ഫാത്തിമ ബിൻതു മുഹമ്മദിൻ സരിഖത് ലഖതഅതു യദഹാ. അല്ലാഹു സത്യം, മുഹമ്മദിന്റെ മകൾ സാക്ഷാൽ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും അവരുടെ കൈ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണത്. എന്തു മറുപടി ആർക്കാണ് പറയാൻ സാധിക്കുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, അപ്പൊ ഈ ഹദീസിൽ ഉമ്മു സലമയോട് രക്ഷ ചോദിച്ചു എന്നാണ് മഖ്സൂമിയെ പറ്റി പറഞ്ഞത്. അത് അവരുടെ കഴിവിൽപ്പെടുന്ന കാര്യമാണ്, അപ്പൊ ഇത് ചെയ്യാം. പക്ഷെ അവലംബം, ഇനി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ശുപാർശ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകൊടുത്തു വിചാരിക്കുക. ഹൃദയം, അവലംബം, ഇഅ്തിമാദ്, അസ്സിഖ അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കണം. ഇമാം അഹ്മദിന്റെ മുസ്നദിലും സ്വഹീഹായ മറ്റൊരു സംഭവം കാണാം. വളരെ മനോഹരമായ ഒരു സംഭവമാണത്. ഒരുപക്ഷെ സ്ത്രീകളെ വിഷയം തെളിവെടുത്ത് ഉദ്ധരിച്ചിട്ട് ഇന്നത്തെ ഈ സംസാരത്തിന് ശേഷം ഭർത്താക്കന്മാരോട് ഹക്ക് പിടിച്ചു വാങ്ങുന്നതായി ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ രസകരമായ ഒരു സംഭവമാണിത്. ഓർമ്മ വരുന്നുണ്ടോ? എന്താ സംഭവം എന്ന് ഓർമ്മ വരുന്നുണ്ടോ? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിരുന്ന സഫിയ റളിയല്ലാഹു അൻഹ ഒരു പലഹാരമുണ്ടാക്കി, ഒരു പ്രത്യേക ഭക്ഷണമുണ്ടാക്കി, ഒരു സ്പെഷ്യൽ റെസിപ്പി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നു? ആയിഷ ബീവിന്റെ വീട്ടിലായിരുന്നു. അന്നത്തെ ദിവസം ആയിഷ ബീവിന്റെ വീട്ടിലായിരുന്നു. അങ്ങനെ വീട്ടിൽ ഭക്ഷണം എത്തി. ആയിഷ ബീവിക്ക് അത് കണ്ടിട്ട് സഹിക്കണില്ല. ആയിഷ ബീവിക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന ചാബല്യങ്ങളാൽ ഉടലെടുക്കുന്ന എന്തൊക്കെ ഉണ്ടോ, അതിന് ഞാൻ പേരൊന്നും വിളിക്കുന്നു, ആ ഇമോഷൻസ് ഒക്കെ വന്നു. പാത്രം എടുത്തൊരു തട്ട കൊടുത്തു, പുടും. പാത്രം നിലത്ത് വീണു, ചിന്ന ജിന്നവായി. ഭക്ഷണവും പാത്രവും തകിടുപൊടിയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് കോപം തിളക്കുന്നതായി ആയിഷ ബീവി കൊണ്ട് റസൂലുള്ളാഹിക്ക് രോഷവും ദേഷ്യം വരുന്നതായി മുഖം നോക്കിയപ്പോൾ അങ്ങനെ അറിയാൻ പറ്റുമല്ലോ. ഭർത്താവിന് ദേഷ്യം എന്ന് ഭാര്യയ്ക്ക് അറിയാൻ പറ്റുമല്ലോ. ഉടനെ തന്നെ ആയിഷ ബീവി മുൻകൂർ ജാമ്യം എടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ആയിഷ ബീവി മുൻകൂർ ജാമ്യം എടുത്തു. അഊദു ബിറസൂലില്ലാഹി അയ്യൽഅനനി അൽയൗം, ഇന്നെന്നെ ശപിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അഊദു ബിറസൂലില്ലാ, അവിടെ പറഞ്ഞ പ്രയോഗം എന്താ? ഞാൻ അള്ളാഹിന്റെ റസൂലിനോട് രക്ഷ ചോദിക്കും. കണ്ടോ, ആയിഷ ബീവി റസൂലിനോട് രക്ഷ ചോദിച്ചില്ലേ? മുസ്ലിംമാർക്ക് തെളിവ് കിട്ടിയോ?
ഇതൊക്കെ പാടി നടക്കുന്നുണ്ട് ഇവിടെ. തെളിവുണ്ടോ? പറ നിങ്ങൾ, തെളിവുണ്ടോ കുട്ടികളെ? തെളിവുണ്ടോ? ആയിഷ ബീവി റസൂലുള്ളാഹിനോട് രക്ഷ ചോദിച്ചു, അഊദു ബി റസൂലില്ലാ. എന്താ മറുപടി അറിയാം? നമ്മൾ ആർക്കാ ബുദ്ധിയുള്ളൂ നോക്കട്ടെ. എന്താ മറുപടി അറിയാം? കുട്ടികൾ അറിയട്ടെ. അബ്ദുറഹ്മാൻ, അബ്ദുള്ള, ഹനാൻ, ആർക്കില്ല മറുപടി? ഇന്ന് എനിക്ക് ബാറുകളിലേക്ക് പോവാം. ആർക്കും മറുപടി ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യാണ്, ഹാളിറാണ്, ഖാദിറാണ്. നബിയോട് രക്ഷ ചോദിച്ചത് എന്താണ് രക്ഷ ചോദിച്ചത്? അയ്യൽ അനയൽ യൗം അഊദു ബി റസൂലില്ലാഹി അയ്യൽ അനനി അൽ യൗം. ഇന്നെന്നെ ശപിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് രക്ഷ ചോദിക്കുന്നു. ആയിഷ ബീവിക്കെതിരെ നബി ദുആ ചെയ്യുമോ എന്ന പേടി, നബി എങ്ങാനും ലഅനത്ത് ചെയ്യുമോ എന്ന പേടി. നബി അങ്ങനെ ചെയ്യൂല. നബി ശപിക്കുന്നവനല്ല, അഭിശപ്തനല്ല. പക്ഷെ ആയിഷ ബീവി പേടിച്ചു. അപ്പൊ നബിക്ക് ലഅനത്ത് ചെയ്യാതിരിക്കാൻ നബിക്ക് കഴിയില്ലേ? ആയിഷ ബീവിക്കെതിരെ പ്രാർത്ഥിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയും. നബിക്ക് കഴിയുന്ന കാര്യമാണ്. ഇതിനെ മുൻനിർത്തി എന്നെങ്കിലും ആയിഷ ബീവി മരിക്കുന്നതിന് മുമ്പായി, നബി മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ചെന്ന് രക്ഷ ചോദിച്ചതിന് ഒരു തുണ്ടം, ഒരു ഹർഫ്, ഒരു പൊട്ട് തെളിവുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവിൽപ്പെട്ട കാര്യമാണ് ശപിക്കാതിരിക്കുക, തനിക്കെതിരെ ദുആ ചെയ്യാതിരിക്കുക എന്ന് ആയിഷ ബീവി രക്ഷ ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം ദീക്ഷിച്ചു. ആയിഷ ബീവി അടുത്ത നമ്പർ ഇട്ടു. എന്താ നമ്പർ? മൽ കഫാറത്തു. പാത്രം പൊട്ടിപ്പോയല്ലോ, ഭക്ഷണം നിലത്ത് വീണുപോയി. ഇനി എന്താണ് അതിനുള്ള പ്രായശ്ചിത്തം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇനാഉൻ ബിഇനാഇൻ വതആമുൻ ബിതആമിൻ. നീ പൊട്ടിച്ചത് പാത്രത്തിന് പകരം പാത്രം കൊടുക്കണം, നശിപ്പിച്ച ഭക്ഷണത്തിന് പകരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരം പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ സ്വഭാവ ഗുണത്തിന്റെ ഇന്നും നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഉദാഹരണങ്ങൾ ഒന്നാണ് വഫഖനില്ലാഹു വഇയ്യാകും ബിഹാദിഹിൽ ഖുലുഖിൽ അളീം മിൻ ഖിബലിൻ നബിയ്യി അഷ്റഫിൽ ഖൽഖി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, മറ്റൊരു ഹദീസിൽ കാണാം, ഇത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സതകൂനു ഫിതനുൻ. ഫിത്നകൾ, പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്, പിടികൂടാനിരിക്കുന്നുണ്ട്. അൽ ഖായിദു ഫീഹാ ഖൈറും മിനൽ ഖായിം. അന്ന് നിൽക്കുന്നവനേക്കാൾ ഇരിക്കുന്നവനായിരിക്കും ഭേദപ്പെട്ടവൻ. വൽ ഖായിമു ഫീഹാ ഖൈറും മിനൽ മാഷി. നടക്കുന്നവനേക്കാൾ നിൽക്കുന്നവനായിരിക്കും ഭേദപ്പെട്ടവൻ. എന്നിട്ട് ഹദീസിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ രാത്രിയുടെ കൂരിരുട്ടിന് സമാനമായ ഫിത്നകൾ വന്നു കഴിഞ്ഞാൽ ഫമൻ വജദ മൽജഅൻ ഔ മആദൻ ഫൽയഉദ് ബി. ആരാണോ ആ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു അഭയസ്ഥാനം, ഒരു രക്ഷാകേന്ദ്രം കണ്ടെത്തുന്നത്, ഫൽയഉദ് ബി, അവൻ അവിടെ പോയി അഭയം തേടട്ടെ, രക്ഷ പ്രാപിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാനല്ല പറഞ്ഞത്. ഫിത്നകളിൽ നിന്ന് നമ്മളെ സുരക്ഷിതമാക്കുന്ന ഒരിടം ഉണ്ടെങ്കിൽ അവിടെ പോയി രക്ഷ തേടട്ടെ, അവിടെ പോയി അഭയം പ്രാപിക്കട്ടെ. അത് ഭൗതികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണമാണ്. ഒരു നാട്ടിൽ മുഴുവൻ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും തോന്നിവാസവും ഹറാമുകളും, ഭേദപ്പെട്ട ഒരു നാട്ടിലേക്ക് നമ്മൾ പോവില്ലേ? ആ നാട്ടിലെ ഹറാമുകളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് അഭയം തേടും. ഹിജ്റ. മക്കയിൽ നിന്ന് എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് മദീനയിലേക്ക്? അത് പിന്നെ ഇസ്ലാമിക രാജ്യമാണെന്ന് വിചാരിക്കുക. ആദ്യം ഇസ്ലാമിക രാജ്യമായ മക്കയിൽ നിന്ന്, പിന്നെ മക്ക പിന്നീടാണ് ഇസ്ലാമിക രാജ്യമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൽ, അതിന്റെ തുടക്കത്തിൽ മക്ക ഇസ്ലാമിക രാജ്യമല്ലല്ലോ, കുഫ്റും ശിർക്കും നിറഞ്ഞു നിൽക്കുന്ന നാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിന്നെ ഒരു ഇസ്ലാമിക രാജ്യത്തേക്കല്ല ആദ്യം ഹിജ്റ പോയത്, ഹബ്ശയിലേക്ക് സ്വഹാബത്തിനെ പറഞ്ഞയച്ചില്ലേ, അബ്സീനിയയിലേക്ക്, ഇന്നത്തെ എത്യോപ്യയിലേക്ക്. അത് ക്രിസ്ത്യൻ രാഷ്ട്രമായിരുന്നു. നസറാണി രാജാവായിരുന്നു അവിടുത്തെ ഭരണാധികാരി നജ്ജാശി, അല്ലേ? എന്താണ് മക്കയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ കാര്യം? ഇവിടത്തേക്കാൾ
അമ്നുള്ള നിർഭയത്വമുള്ള തോന്നിവാസവും ഫിത്നകളും കുറഞ്ഞ നാടായിരുന്നു അത്. അപ്പോ താരതമ്യേന ഫിത്നകൾ കുറഞ്ഞ നാടുകളിലേക്ക് അഭയം തേടുക എന്നുള്ളത് ഇന്നും എന്നും സാധ്യമാകുന്ന കാര്യമാണ്. ആ ഭൗതികമായൊരു പ്രക്രിയയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് അവിടെ നമുക്ക് ആത്യന്തികമായി രക്ഷയേകുന്നത് നമ്മളുടെ ഹൃദയം അവലംബിക്കേണ്ടത് ആരിലേക്കാണ്? അള്ളാഹുലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ വശം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സൃഷ്ടികൾക്ക് നമുക്ക് ചെയ്തു തരാൻ കഴിയുന്ന രംഗങ്ങളിൽ നമുക്ക് അവരോട് രക്ഷ ചോദിക്കാം, അതുപോലെ തന്നെ സുരക്ഷയൊരുക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദീൻ അനുവദിച്ചതാണ്. പക്ഷേ ഹൃദയം അത് അള്ളാഹുലേക്ക് മാത്രം തിരിയണം. ഇവിടെ ഷെയ്ഖ് സ്വാലിഹ് സിന്ദി ഹഫിളഹുല്ലാ ഇതിൻ്റെ അവസാനമായി, ഈ വിഷയത്തിൻ്റെ ഇസ്തിആദയുടെ അവസാനമായി, കൺക്ലൂഷനായി അദ്ദേഹം ഉസൂലു സലാസയുടെ ശറഹിൽ പറഞ്ഞ ചില വാചകങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അന്ന അലൽ അബ്ദി അൻ യുവത്തിന നഫ്സഹു അലാ അൻ യകൂന ലുജൂഅഹു ഇലല്ലാഹ്. ഒരടിമ അവനെപ്പോഴും അവന്റെ ഹൃദയത്തിൽ അരക്കെട്ടുറപ്പിക്കണം, അവൻ മടങ്ങേണ്ടത്, അവൻ അഭയം തേടേണ്ടത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. വഹ്തിമാഉഹു ബിജനാബി, അള്ളാഹുവിന്റെ പാർശ്വത്തിൽ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായത്തിൽ അള്ളാഹുവിലേക്ക് അവൻ സംരക്ഷണം ആഗ്രഹിക്കണം. ഫഇന്നക ഇദാ കുൻത തുരീദുൽ മഹ്റബ് വതുരീദുൻ നജാത്ത് വതുരീദു സിയാന വൽ ഹിമായ, നീ രക്ഷയും സുരക്ഷയും അഭയവും അതുപോലെ തന്നെ ശരണവും ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് മാത്രം നീ അത് ചോദിക്കുക. ഫമനില്ലദീ ഹുവ ഖദീറുൻ അലാ ദാലിക്, അള്ളാഹു അല്ലാതെ മറ്റാരാണ് അതിന് കഴിവുള്ളവൻ? അലൈസ ഹുവല്ലദീ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനല്ലേ? ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അള്ളാഹുവിന് കാര്യം ഇത്രയുള്ളൂ, ഒരു സംഗതി സൃഷ്ടിക്കാൻ കുൻ എന്ന് പറയേണ്ട താമസം, കുൻ എന്ന വാക്കുകൊണ്ട് സൃഷ്ടിക്കുന്നവനാണ് അവൻ. അവനെല്ലാറ്റിനും കഴിവുള്ളവനല്ലേ? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലം തതവജ്ജഹ നുഫൂസു വതതലഫത്തിൽ ഖുലൂബു ഇലൽ മഖ്ലൂഖീൻ. എങ്ങനെയാണ് നിന്റെ ഹൃദയം, നിന്റെ മനസ്സ്, നിന്റെ വിചാരങ്ങൾ, നിന്റെ വികാരങ്ങൾ സൃഷ്ടികളിലേക്ക്, അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് തിരിഞ്ഞു കളയുക? വത്തിൻ നഫ്സക യാ അബ്ദല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കുക. അല അൻ തജ്അ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മാത്രം അവലംബിക്കുക, അവനിലേക്ക് മാത്രം അഭയം തേടുക. മിൻ കുല്ലി മാ തഖാഫു വ മിൻ കുല്ലി മാ തഹ്റബു മിൻ, നീ ഭയപ്പെടുന്ന, നീ ആഗ്രഹിക്കാത്ത, നീ പേടിച്ചോടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് മാത്രം നീ മടങ്ങുക. വ അബ്ശിർ ബിൽ ഖൈർ, അള്ളാഹുവിലേക്ക് നീ മടങ്ങിയാൽ നീ സന്തോഷമടയുക. അള്ളാഹുവിന്റെ സഹായം അവൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഫറബ്ബുക ഹുവൽ കരീം, നിന്റെ റബ്ബ് ഉദാരനാണ്, നിന്റെ റബ്ബ് മാന്യനാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു അവന്റെ വാഗ്ദാനം ഒരിക്കലും കൈയൊഴുകയില്ല, അവന്റെ വാഗ്ദാനം അലംഘനീയമാണ്. സയുഅ്തീക മാ തർജു, നീ ആഗ്രഹിക്കുന്നത് അവൻ നൽകും. വയുൻജീക മിമ്മാ തഖാഫു, നീ ഭയപ്പെടുന്നതിൽ നിന്ന് അവൻ നിനക്ക് രക്ഷയേകും. വല്ലാഹുൽ മുസ്തആൻ, അവൻ മാത്രമാണ് സഹായം തേടേണ്ടവൻ, അവൻ മാത്രമാണ് സഹായം അഭ്യർത്ഥിക്കപ്പെടേണ്ടവൻ. വഹുവൽ മആദ്, അവൻ മാത്രമാണ് അഭയസ്ഥാനം എന്ന് അദ്ദേഹം ഇതിന്റെ അവസാനം കുറിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇസ്തിആന. അടുത്തതായി ശൈഖ് അവിടെ കൊണ്ടുവരുന്ന ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട കാര്യം അൽ ഇസ്തിഗാസ. അൽ ഇസ്തിഗാസ ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തിഗാസക്ക് നമ്മൾ മലയാളത്തിൽ എന്തെന്ന് അർത്ഥം പറയും? സഹായത്തേട്ടെന്ന് പറയും. ഇസ്തിആനക്ക് എന്ത് പറയും? സഹായത്തേട്ടെന്ന് പറയും. പക്ഷെ ഇസ്തിഗാസയും ഇസ്തിആനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ തൊലബുൽ ഗൗസ്, ഗൗസ് എന്ന് പറഞ്ഞാൽ സഹായം. ഇവിടെ ഔലിയാക്കൾ എന്ന് നമ്മുടെ നാട്ടിലെ ഖുബൂരികൾ വിശേഷിപ്പിക്കുന്ന ആളുകളെ തന്നെ ഗൗസ്, ഗൗസുൽ ആദം, മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ചല്ലേ പറയുന്നത്? ഗൗസുൽ ആദം, ഏറ്റവും മഹത്തായ, ഏറ്റവും ഉന്നതമായ സഹായം. എല്ലാ സഹായവും ഗൗസുൽ ആദമിൽ നിന്നാണ്. അങ്ങനെ തന്നെ പേര് വെച്ചു കൊടുത്തേക്കാണ്. ഈ ഗൗസ് ആരോട് മാത്രമാണ് ചോദിക്കേണ്ടത്? ത്വലബുൽ ഗൗസ് മിനല്ലാഹി സുബ്ഹാനഹു വ തആല. എന്താണ് ഇസ്തിഗാസയും ഇസ്തിആനയും തമ്മിലുള്ള വ്യത്യാസം? ഇസ്തിഗാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസവേളകളിൽ, സന്നിഗ്ധ ഘട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ, ദുരിതക്കയത്തിൽ അള്ളാഹുവിനോട് സഹായം തേടുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. ഇസ്തിആന എന്ന് പറഞ്ഞാലോ പ്രയാസമില്ലെങ്കിലും അള്ളാഹിനോട് തേടുന്നതിന് ഇസ്തിആന എന്ന് പറയും. ഐശ്വര്യവേളയിൽ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, ദുആ ചെയ്യുക. അപ്പോ പ്രയാസവേളകളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആക്കാണ് ഇസ്തിആനയിലും ഇസ്തിഗാസയിലും എന്തുണ്ട്?
ദുആ ഉണ്ട്, പ്രാർത്ഥന ഉണ്ട്. ഇസ്തിആനയും ഇസ്തിഗാസയും പ്രാർത്ഥന അടങ്ങുന്നതാണ്. ഇസ്തിആനയിലെ പ്രാർത്ഥന അത് എല്ലാ ഘട്ടങ്ങളിലും പൊതുവായി നമ്മൾ പറയാറുള്ള സാധാരണ പ്രാർത്ഥനക്കാണ് ഇസ്തിആന എന്ന് പറയാം. ഇസ്തിഗാസ എന്ന് പറഞ്ഞാലോ പ്രയാസവേളയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഒരാൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ അള്ളാഹുവേ കാക്കണേ എന്ന് പറയുന്നതിന് ഇസ്തിഗാസ എന്ന് പറയോ? ഇല്ല. അതിന് ദുആ എന്ന് പറയാം, അതിന് ഇസ്തിആന എന്ന് പറയാം. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇവിടെ തെളിവ് കൊണ്ടുവന്ന ആയത്ത് ഏതാണ് നോക്കൂ നിങ്ങൾ. സൂറത്തുൽ അൻഫാൽ 9-ാമത്തെ ആയത്ത്. ഏതാണ് പശ്ചാത്തലം? ബദർ യുദ്ധത്തിന്റെ വേളയാണ്. ബദർ യുദ്ധത്തിന്റെ വേളയിൽ തങ്ങളെക്കാൾ 3 ഇരട്ടിയുള്ള ശത്രു സമൂഹം അപ്പുറത്ത് തമ്പടിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രി തഹജ്ജുദിൽ വീണ് സുജൂദിൽ വീണ് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മുഅ്മിനീങ്ങൾ സഹാബികൾ ഒന്നടങ്കം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി അവർ കേണുകൊണ്ടേയിരിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഔദ്യോഗികമായ ആദ്യ യുദ്ധം, ആയുധവും സന്നാഹവും അംഗബലവും തീർത്തും ശുഷ്കമായ ദുർബലരായ മുസ്ലിമീങ്ങൾ ഈമാനിന്റെ മാത്രം പിൻബലത്തിലാണ് ശത്രുക്കളെ അഭിമുഖീകരിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്. ആ പ്രയാസവേളയിൽ ഇസ്തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം കേണ സന്ദർഭം അള്ളാഹു പറയാണ്. ഫസ്തജാബ ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് അതിനുത്തരം നൽകി. അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മലക്കുകളെ കൊണ്ട് തുടർച്ചയായി അവർക്ക് സഹായമായി ഇറക്കി കൊടുത്ത് സഹായിച്ചു. അങ്ങനെ അള്ളാഹു ഉത്തരം നൽകി. അപ്പൊ ആ പ്രയാസവേളയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത, സഹായം തേടിയ സഹായത്തേട്ടത്തിന് ഇവിടെ പറഞ്ഞ എന്താണ്? ഇസ്തിഗാസ. അപ്പൊ പ്രയാസവേളയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. എന്നാൽ നമ്മുടെ നാട്ടിൽ പ്രയാസവേളയിൽ പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൊറോണ വന്ന സമയത്ത്, അതല്ലെങ്കിൽ ഈ കോഴിക്കോട് ഭാഗത്ത് നിപ്പ പടർന്നു പിടിച്ച സമയത്ത് നമ്മുടെ നാട്ടിലെ സമസ്തയുടെ പഴയ നേതാവൊന്നല്ല, ഇപ്പോൾ ഈ ജനറേഷനിലെ ഒരു കാര്യപ്പെട്ട നേതാവ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആ പ്രയാസങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാക്കാൻ വേണ്ടി കുത്തുബിയത്ത് ചൊല്ലാനോ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാനോ പറഞ്ഞിട്ടൊരു ആഹ്വാനം, ആ വാചകം എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അള്ളാഹുവിനെ വിളിക്കേണ്ടതിന് പകരം പ്രയാസവേളകളിൽ വരെ അള്ളാഹുവിന്റെ പടപ്പുകളെ വിളിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ പുരോഹിതവർഗം ആഹ്വാനം ചെയ്യുന്ന ദുരന്ത കാഴ്ച, സാക്ഷാൽ മക്ക മുശ്രിക്കുകൾക്ക് വരെ സംഭവിക്കാത്ത ശിർക്കിന്റെ കടുപ്പം, തീവ്രത അല്ലേ. വഇദാ റകിബൽ ഫുൽക് വഇദാ റകിബു ഫിൽ ഫുൽക്, അവർ കപ്പലിൽ കയറിയാൽ കടൽക്ഷോഭമുണ്ടായാൽ ഫദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹനെ മാത്രം വിളിക്കും മക്ക മുശ്രിക്കുകൾ. പ്രയാസം കടുത്തു കഴിഞ്ഞാൽ ഇസ്തിഗാസ ചെയ്യേണ്ട സന്ദർഭത്തിൽ അള്ളാഹനെ മാത്രം വിളിക്കും. രക്ഷപ്പെട്ട ഒരു പ്രയാസം ഇല്ലെങ്കിൽ കരയിലെത്തിയാലോ അത് അള്ളാഹിനോടൊപ്പം ലാത്തയെയും മുസയെയും ഇബ്രാഹിം നബിയെയും മറ്റു അവരുടെ ആരോഗ്യ പുരുഷന്മാരെ എല്ലാം വിളിക്കും. അപ്പൊ ഒരു പ്രയാസവേളയിൽ അള്ളാഹുവിനോട് ശിർക്ക് വെക്കാൻ പേടിച്ചിരുന്നു ആര്? സാക്ഷാൽ മക്കയിലെ മുശ്രിക്കുകൾ. ഇവിടെ പ്രയാസവേളയിലാണ് ശിർക്കിന്റെ കടുപ്പം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് ഈ പ്രയാസവേളകളിൽ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലല്ല, സാക്ഷാൽ മക്ക മുശ്രിക്കുകളായ അബൂലഹബിന്റെയും അബൂജഹലിന്റെയും ഉമയ്യത്ത് ബിൻ ഖലഫിന്റെയും ദീനിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ സഹായത്തേട്ടം നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന വിഷയങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് നമുക്ക് ചോദിക്കാൻ പാടില്ല. എന്നാൽ കഴിയുന്ന ഘട്ടങ്ങളിൽ ഇപ്പോൾ ഒരു പ്രയാസം കടുത്തു, ആ പ്രയാസം, ഒരാൾ കടത്തിന്റെ പ്രതിസന്ധിയിലകപ്പെട്ടു. അപ്പൊ ഈ കടത്തിൽ നിന്ന് തന്നെ കരകയറ്റാൻ വേണ്ടി പൈസ ഉള്ള ഒരാളോട് സഹായം ചോദിച്ചാൽ അത് അയാളുടെ കഴിവിൽപ്പെട്ടതാണ് അല്ലേ. അതല്ലെങ്കിൽ ഒരാൾ ടൂറ് പോയി, യുവാക്കൾ കൂടി അറിയാതെ പുഴയിൽ ഒഴുക്കിൽ പെട്ടു. പുഴയിൽ ഒഴുക്കപ്പെടുമ്പോഴുള്ള പ്രയാസം ചില്ലറയാണോ? ആ പ്രയാസത്തിൽ സഹായം ചോദിച്ചു, കരയിൽ നിൽക്കുന്ന കൂട്ടുകാരനെ വിളിച്ചു, സഹായിക്കടാ രക്ഷിക്കടാ എന്ന് പറഞ്ഞു. അത് അയാളുടെ കഴിവിൽപ്പെടുന്നതാണ്. നീന്തൽ അറിയാവുന്ന ആളാണെങ്കിൽ ആ സമയത്ത് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാലോ? അതിവിടെ പണ്ട് തമാശയായി പറയലുണ്ട്, ഈ കുട്ടികളുടെ ബാലപംക്തികളുണ്ടല്ലോ, ബാലരമ, ബാലഭൂമി, അതിലൊരു കഥാപാത്രമുണ്ടല്ലോ ഡിങ്കൻ. ഇത് വായിച്ച കുട്ടികൾ കെട്ടിടത്തിന്റെ ഒരു കുട്ടി അങ്ങനെ പരീക്ഷിച്ചു നോക്കി, ഏത്
ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ചാടിയിട്ട് ഡിങ്ക രക്ഷിക്കണേ, കാരണം കഥയിൽ വിളിക്കുമ്പോഴത്തേക്ക് ഡിങ്ക വന്ന് പറന്ന് പൊക്കിയെടുക്കും. അതുപോലെ ഈ ജാതി സൂപ്പർ പവറുള്ള പല, അങ്ങനെ പറയാൻ പറ്റുമോ? അത് ശിർക്കാണ്, തമാശിച്ചതല്ല. അതിന്റെ ഗൗരവം ചിലപ്പോൾ കുട്ടികൾ അങ്ങനത്തെ പല കഥാപാത്രം, ഇന്നത്തെ നമ്മൾ പഠിക്കുന്ന കാലത്തുള്ള കഥാപാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കഥാപാത്രം ആരാണാവോ, അല്ലാഹു ആലം. ഈ ജാതി പല കഥാപാത്രങ്ങളുണ്ടാവും. അവരെ വിളിച്ച് രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റുമോ? സേവ് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അത് ശിർക്കിലേക്ക് പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് സൃഷ്ടികളെ കഴിവിൽപ്പെടുന്ന കാര്യമാണ് സഹായത്തേട്ടമായും സഹായ അഭ്യർത്ഥനയായും രക്ഷാചോദ്യവുമായും നമുക്ക് നിർവഹിക്കാൻ ശർഅ അനുവദിച്ചത്. കഴിവിൽപ്പെടാത്ത കാര്യം ഒരാളോടും ഒരു കാലത്തും ഒന്നും ചോദിക്കാൻ പാടില്ല. മയ്യിത്തിനോട് ഒരു ചോദ്യവും പാടില്ല. സ്ഥലത്തില്ലാത്തവരോട് ഒരു ചോദ്യവും പാടില്ല. ഇതെല്ലാം വലിയ ശിർക്കിലേക്ക് നയിക്കുന്ന വൻ അബദ്ധങ്ങളാണ്, കുഫറിലേക്ക് പോകുന്ന വൻ തെറ്റുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന്റെ സകല രൂപങ്ങളിൽ നിന്നും സമ്പൂർണ്ണമായി തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.